ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് ട്രാവൽ വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളി മൊബൈലിൻ്റെ അൺബോക്സിംഗ് ആണ്. മറ്റൊന്നുമല്ല, മോട്ടറോളയുടെ പുതിയ ഫോണായ എഡ്ജ് 50 ഫ്യൂഷൻ, അതായത് കർവ്ഡ് ഡിസ്പ്ലേ വരുന്ന ഒരു മോഡലാണ് മോട്ടറോളയുടെ എഡ്ജ് 50 ഫ്യൂഷൻ. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടന്നാലോ. അപ്പോൾ ഒരു ബോക്സ് നോക്കുകയാണെങ്കിൽ ഒരു റീസൈക്കിളബിൾ ആയിട്ടുള്ള നല്ല ഒരു ബോക്സിങ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വേരിയൻറ്റ് 12 GB റാമും അതുപോലെ തന്നെ 512 GB സ്റ്റോറേജ് ഉള്ളതാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് കിട്ടും. അതിനുള്ളിലാണ് അതിൻ്റെ യൂസർ ഗൈഡും കാര്യങ്ങളൊക്കെ, യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ യൂസർ ഗൈഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ല ഒരു അടിപൊളി ഫോൺ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു സിം ഇജക്ടർ ടൂൾ ഉണ്ട്, പിന്നെ വേറൊരു മാനുവലും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് പല ലാംഗ്വേജിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. അതായത് എങ്ങനെയാണ് യൂസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ ഈ ഒരു സിം ഇജക്ടർ ടൂളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൊബൈൽ വരുന്നത് മാർഷ്മെല്ലോ ബ്ലൂ, അതായത് മാർഷ്മെല്ലോ ബ്ലൂവിൻ്റെ ഒരു വേഗൻ ലെതർ ക്വാളിറ്റി ഉള്ള ഒരു മൊബൈലാണ്. 50 MP ക്യാമറയ്ക്ക് വരുന്നുണ്ട്. തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ലെതറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ സൈഡ് കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളും, മുകളിൽ ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലൊരു സ്പീക്കറും, തൊട്ട് താഴെ ഒരു ടൈപ്പ് സി, അതുപോലെ തന്നെ ആ ഒരു സ്പീക്കറിൻ്റെ സ്ലോട്ടും കാര്യങ്ങളൊക്കെ, പിന്നെ സിം ഇടാനുള്ള ട്രേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൊബൈലിന് ടോട്ടൽ വെയിറ്റ് വരുന്നത് 174.9 ഗ്രാമും 7.9 mm തിക്നെസ്സാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു നല്ലൊരു ബാക്ക് കവറും കാര്യങ്ങളൊക്കെ ഒരു മാറ്റ് ഫിനിഷ് ഉള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ചാർജറാണ്. കണ്ടോ, ടൈപ്പ് C to C ചാർജർ വരുന്നുണ്ട്. നല്ല ഒരു അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറമേ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 15 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ് വരുന്നത്. ഈ ഒരു മൊബൈലിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 5000 mAh നോൺ റിമൂവബിൾ ബാറ്ററിയാണ്. 64 വോൾട്ട് വയേർഡ് 50% ചാർജ് ആവാനായിട്ട് ആ കൂടി 15 മിനിറ്റാണ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടൈപ്പ് C to C ചാർജിങ് കേബിൾ വരുന്നത്. പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഫോറസ്റ്റ് ബ്ലൂ, മാർഷ്മെല്ലോ ബ്ലൂ, ഹോട്ട് പിങ്ക്. എനിക്ക് തോന്നുന്നു മാർഷ്മെല്ലോ ബ്ലൂവും ഹോട്ട് പിങ്ക് ആണ് നമുക്ക് ഒരു വേഗൻ ലെതർ ഫിനിഷിൽ വരുന്നത്. ഡിസ്പ്ലേ വരുന്നത് 1322 നിറ്റ്സ് മാക്സിമം ബ്രൈറ്റ്നസ് ആണ്. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഒരു റെസ്പോൺസ് ഉള്ള ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ്. ഓൺ ചെയ്യുമ്പോൾ ഹലോ മോട്ടോ എന്നുള്ള ഒരു ഇതിൽ പിങ്ക് ഷീൽഡ് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് വരുന്നുണ്ട്. നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ്. ഡിസ്പ്ലേ ആണ്, ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് നല്ല ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല സ്മൂത്തായിട്ടുള്ള നല്ലൊരു മൊബൈലാണ്. അതുപോലെ തന്നെ 120 ഹെഡ്സാണ് അതിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 ആണ് വരുന്നത്. അപ്പോൾ ടോപ്പ് നോച്ച് വരുന്നത് ഒരു പഞ്ച് ഹോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. പിന്നെ ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ പല ടോപ്പ് നോച്ച് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളൊക്കെ പല പേജസ് പോലെയായിട്ട് കാണാം. ബാറ്ററി, നൈറ്റ് ഓഫ്, ഡോൾബി, അതുപോലെ തന്നെ മോട്ടോ ഷെയർ, ബ്ലൂടൂത്ത്, അങ്ങനത്തെ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ റെസൊല്യൂഷൻ വരുന്നത് 1080 × 2400 പിക്സലിലും 20:9 റേഷ്യോ ആണ് അതിൻ്റെ PPI ഡെൻസിറ്റി വരുന്നത്. അപ്പോൾ ബാക്ക് ക്യാമറ വരുന്നത് 50 MP f/1.9 വൈഡ് ക്യാമറയും ഡ്യുവൽ പിക്സൽ PDAF OIS 1.0 മൈക്രോമീറ്ററും, അതുപോലെ 13 MP അനദർ ക്യാമറയും f/2.2 120° അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത്. LED ഫ്ലാഷ്, HDR, പനോർമ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വീഡിയോ 4K ആൻഡ് 30 FPS 1080p at 30, 60, 120 FPS ഗൈറോ ES ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പോവാം. ഇതിന് നെറ്റും വൈഫൈയും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, അതൊന്നും ഞാൻ കോൺഫിഗർ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഹോട്ട്സ്പോട്ട്, അതുപോലെ സിം പ്രിഫറൻസ്, ഡാറ്റ സേവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കണക്റ്റഡ് ഡിവൈസിൽ വരുന്നത് നമ്മളിതിൽ എന്തൊക്കെയാണ് കണക്റ്റഡ് പെയർ ചെയ്യാനായിട്ട് ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെയാണ്. സെർച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്.
കാരണം ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഇൻ്റർഫേസാണ്. പിന്നെ പേഴ്സണലൈസ് ചെയ്യാനായിട്ട് സ്ക്രീൻ സേവർ, ഫോണ്ട്, അതുപോലെ തന്നെ കോള് വരുമ്പോൾ നമുക്ക് സൈഡിൽ കളറൊക്കെ വരും, ഡാർക്ക് മോഡ്, എഡ്ജ് ലൈറ്റ്, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ലേഔട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഡാർക്ക് മോഡും കാര്യങ്ങളൊക്കെ വരുന്നത്, കണ്ടോ. പിന്നെ ഫിംഗർ പ്രിൻ്റാണ്, എഡ്ജ് ലൈറ്റ് കണ്ടോ. അതായത് നമുക്ക് പല രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എഡ്ജ് ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബ്ലൂ, അതുപോലെ തന്നെ പല കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആനിമേഷൻ സ്റ്റൈൽസ്, അതായത് ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അപ്പോൾ ബൂമറാങ് ആണോ, ക്രോം ഡയലാണോ, അതോ റേഡിയൽ വേവ്സ് ആണോ? നോർമലി ഇതാണ് നല്ല രസം, അതായത് റേഡിയൽ വേവ്സ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വയ്ക്കുന്നത്. പിന്നെ അടുത്ത ഇതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമുക്ക് പല രീതിയിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കാം. പിന്നെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ കാര്യങ്ങളുണ്ട്, ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേയിൽ നമുക്ക് അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ലെവല്, കളേഴ്സ്, ഡിസ്പ്ലേ സൈസ് ആൻഡ് ടെസ്റ്റ്, ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ് നമുക്ക് പല രീതിയിൽ 144 ഹെർട്സ് വരെ നമുക്ക് സപ്പോർട്ടീവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 120 ആണ്, 120 അല്ല, 144 ഹെർട്സ് വരെ നമുക്കിതിൽ സപ്പോർട്ടീവാണ്. പിന്നെ വരുന്നത് ഡിസ്പ്ലേയിൽ എഡ്ജ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഹോം ആൻഡ് സ്ക്രീൻ, സൗണ്ട് ആൻഡ് വൈബ്രേഷനിൽ നമുക്ക് അതിൻ്റെ സൗണ്ട് വോളിയൂമും, കോൾ വോളിയൂം, റിംഗ് വോളിയൂം, അതുപോലെ നോട്ടിഫിക്കേഷൻ വോളിയൂം ഒക്കെ ചെയ്യാം. പിന്നെ ഫ്ലിപ്പ് ഫോർ ഡു നോട്ട് ഡിസ്റ്റർബ്, ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്താൽ പിന്നെ നമുക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഗസ്റ്റേഴ്സ്, നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. കോൺവെർസേഷൻസ്, ബബിൾസൊക്കെ ആണെങ്കിൽ നമുക്കൊരു ബബിൾ ടൈപ്പായിട്ട് നമുക്ക് ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് വരും നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ. പിന്നെ ഇതിൽ കുറേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ. പിന്നെ ബാറ്ററി വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5000 mAh, 5000 mAh ഒരു മാസീവ് ബാറ്ററി തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ചിപ്പ് സെറ്റ് വരുന്നത് ക്വാൾകോം SM7435AB സ്നാപ്ഡ്രാഗൺ 7th ജനറേഷനാണ് വരുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 14, അതായത് 3 അപ്ഡേറ്റ് വരെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ അഡാപ്റ്റീവ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. CPU വരുന്നത് ഒക്ടാ കോറിൻ്റെ ചിപ്പ് സെറ്റാണ് വരുന്നത്. GPU വരുന്നത് Adreno 710 ആണ്. പിന്നെ ആക്സസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ടോക്ക് ബാക്ക്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു മൊബൈലിൻ്റെ സെൽഫി ക്യാം നമ്മൾ പറയാൻ വിട്ടുപോയി. സെൽഫി ക്യാം വരുന്നത് 32 MP ഫ്രണ്ട് ക്യാമാണ്, പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. f/2.5 വൈഡ് HDR. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് വീഡിയോ 4K അറ്റ് 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 1080p അറ്റ് 30 FPS നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് സേഫ്റ്റി ആൻഡ് എമർജൻസി കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നാൽ നമുക്ക് വിളിക്കാനായിട്ട്. പിന്നെ എബൌട്ട് ഫോണിൽ വരുന്ന ഡിവൈസ് നെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡിവൈസ് നെയിമും അതോ നമ്മുടെ നെയിമും നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റാം, ഇതൊരു 12 GB റാമാണ്. അതുപോലെ തന്നെ നമുക്ക് പൊസിഷനിങ് വരുന്നത് GPS, ഗ്ലോണാസ്, ഗലീലിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സിസ്റ്റം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡ് 14 കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 3 മേജർ അപ്ഡേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ സിസ്റ്റത്തിൽ നമുക്ക് ലാംഗ്വേജസ്, കീബോർഡ്, ഡേറ്റ് ആൻഡ് ടൈം, മൾട്ടിപ്പിൾ യൂസേഴ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. എബൌട്ട് ഫോണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഹലോ മൊട്ടോയിൽ നമുക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊട്ടോ എസെൻഷ്യൽ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 14. ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ല ഒരു ഫോൺ തന്നെയാണ്. നമുക്ക് ഒരു സിംഗിൾ ഹാൻഡ് കൊണ്ട് നമുക്ക് സിംഗിൾ ഹാൻഡ് കൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു ഫോൺ തന്നെയാണ്. അതുപോലെ തന്നെ ഈ മാഷ്മെല്ലോ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഐസ് ബ്ലൂ കളറായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ്. ഗൂഗിളിൻ്റെ ആപ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ വേറെ നോക്കുകയാണെങ്കിൽ മൊട്ടോൻ്റെ പല കണക്റ്റും, അതുപോലെ ഡോൾബി അറ്റ്മോസ്, അങ്ങനത്തെ ടിപ്സ്, അങ്ങനത്തെ നേരത്തെ എടുത്ത ആ ഒരു ഇത് തന്നെ ഷോർട്ട് കട്ടായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. മൊട്ടോൻ്റെ പല മൊട്ടോ സെക്യൂർ, അതുപോലെ ഫ്രണ്ട്ലി സ്പേസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ ക്യാമറയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ക്യാമറയുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഒരു ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. നല്ല ഒരു റെസൊല്യൂഷൻ കാര്യങ്ങളുള്ള ഒരു 50 MP വൈഡ് ക്യാമറയും ഒരു 13 MP അൾട്രാ വൈഡ് ക്യാമറയൊക്കെ ഉണ്ട്. LED ഫ്ലാഷും HDR പനോരമയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ 4Kയും ഇത് FHD ഫുൾ HD അതുപോലെ 4K കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വാട്ടർമാർക്ക് അതുപോലെ തന്നെ ഗൂഗിൾ ലെൻസ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ സെൽഫി ക്യാമറ വരുന്നത് 32 MP ഒരു വൈഡ് ക്യാമറയാണ് വരുന്നത്. അതായത് 4K ഇതും 4K ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഇതാണ് സൂമിങ് പവർ വരുന്നത്. നമുക്ക് 10x വരെയാണ് മാക്സിമം സൂം ചെയ്യാൻ പറ്റുക. നമുക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് 10x സൂം ചെയ്ത് കണ്ടോ. റെഡായ കാരണം നിങ്ങൾക്ക് അങ്ങനെ ക്യാമറയിൽ കാണാൻ പറ്റില്ല, പക്ഷേ എനിക്ക് നോക്കുമ്പോൾ നല്ലൊരു ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ല ക്രിസ്പി ബ്രൈറ്റ്നെസ് ആണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ. നല്ല ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ടെക് ആൻഡ് ട്രാവൽ വൈബ്സിൻ്റെ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത് ഓൾമോസ്റ്റ് 25,000 ഫ്ലിപ്കാർട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡും ഒക്കെ വെച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു 5G ഫോൺ, മോട്ടോറോളയുടെ നല്ലൊരു 5G ഫോൺ നോക്കുകയാണെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു മോഡൽ തന്നെയാണ് ഈ ഒരു മോട്ടോയുടെ ഈ ഒരു എഡ്ജ് ഫോണുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ. അടുത്തൊരു വീഡിയോയോടെ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.